അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ iPhone 13 Pro Maxന്റെ റിവ്യൂ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 3 ആഴ്ചയായിട്ടുണ്ട് ഈ ഫോൺ മേടിച്ചിട്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ iPhone 13 Pro Maxലോട്ട് അപ്ഗ്രേഡ് ചെയ്യണോ എന്നാണ്. നിങ്ങളിപ്പോൾ 12 Pro Max ൽ നിന്നും അല്ലെങ്കിൽ 11 ൽ നിന്നും എല്ലാം വരുവാണെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരാം. ഈ ഫോണിന്റെ ക്യാമറാസ് എങ്ങനെയാണ്, പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഡിസ്പ്ലേ എങ്ങനെയാണ്, ഓവറോൾ ഈ ഫോൺ എങ്ങനെ, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങളിപ്പോൾ iPhone 11 സീരീസോ iPhone 12 സീരീസിൽ നിന്ന് വല്ലതും നിങ്ങളിപ്പം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ ഒരു അപ്ഗ്രേഡ് ഉള്ള ഫോണൊന്നും അല്ല. സെയിം തന്നെയാണ് ഏകദേശമൊക്കെ. അവിടെയും ഇവിടെയും കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും ചില കാര്യങ്ങൾ. പക്ഷെ ഓവറോൾ എല്ലാം സെയിം ഫോണാണ്. അഥവാ നിങ്ങളിപ്പോൾ iPhone 10 സീരീസ് 8 സീരീസ് ഇപ്പോൾ 10s സീരീസും എല്ലാം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ചേഞ്ച് ആയിരിക്കാം. അപ്പോൾ ഇത് ഉള്ളായിരുന്നു എനിക്ക് ഫസ്റ്റിൽ തന്നെ പറയാൻ. ഈ ഐഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേമുള്ള ഫോണൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ വർഷത്തോളമൊക്കെ ആ ഫോൺസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഈ iPhone 13 Pro Maxനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓവറോൾ ഇതൊരു പ്രീമിയം ഫീലാണ്. ഇതിപ്പോൾ 1.5 ലാഖൊക്കെ കൊടുത്ത് മേടിക്കുമ്പോൾ ഒരു പ്രീമിയം ഒക്കെ തന്നെ ആയിരിക്കും ഫോണ്. അപ്പോൾ ഈ പൈസയും കൊണ്ട് നമുക്ക് ബുള്ളറ്റൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ അത് വിട് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഡിസൈനിലോട്ട് പോകാം. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നല്ലതൊക്കെയാണ്. ആസ് യൂഷ്വൽ ഇതിനകത്ത് വരുന്നത് ഗ്ലാസ് ബാക്ക് ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇതൊരു ഫ്രോസ്റ്റഡ് ടൈപ്പാണ്. ഇപ്പം ഫ്രോസ്റ്റഡ് ഗ്ലാസ് ടൈപ്പാണ് ഇതിനകത്ത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തോണം. പിന്നെ ഈ ഫോണിൽ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉണ്ട് സൈഡ്സിനകത്ത്. ഓവറോൾ ഒരു പ്രീമിയം ഫീലാണ്. സെയിം തന്നെയാണ് ഇപ്പോൾ iPhone 12 Pro Max വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പമ്പ് ഇപ്രാവശ്യം തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ക്യാമറ പ്രൊട്ടക്ടറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാമറയൊക്കെ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യുക. പക്ഷെ ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഈ ക്യാമറ ക്വാളിറ്റി അത്യാവശ്യത്തിന് കുറയുന്നുണ്ട്. അതും വേറൊരു ഇതാണ്. അപ്പോൾ ഇതാണ് ഈ ഐഫോണിൻ്റെ ഒക്കെ കാര്യം. പക്ഷെ ഞാൻ ഈ ഫോണുമായിട്ട് ഈ കടകളിലൊക്കെ പോയപ്പോൾ ആൾക്കാരിങ്ങനെ നോക്കുമായിരുന്നു iPhone 13 Pro Max. അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ ഈ കേസും എല്ലാം വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ചോദിക്കുമായിരുന്നു ഇത് ഏത് ഫോണാണ്, iPhone 13 Pro Max ആണോ, അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല ഒരു നോട്ടം കിട്ടുന്നുണ്ട് ഈ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അതും വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഐഫോൺ യൂസ് ചെയ്യുമ്പം. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു പ്രീമിയം ഫോണൊക്കെയാണ്. പിന്നെ അത് തന്നെയല്ല നിങ്ങൾക്ക് ഒരു കയ്യിലൂടെ ഒന്നും ഈ ഫോൺ മര്യാദയ്ക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അഥവാ നിങ്ങൾ ആ ടൈപ്പ് ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ iPhone 13 Pro ഒരു നല്ല പിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഫോൺ ഒരു 2 ഹാൻഡഡ് ഫോണൊക്കെയാണ്. അതൊന്നും ഓർത്തോണം. അപ്പോൾ ഒരു കൈ കൊണ്ടൊന്നും ഈ ഫോൺ നിങ്ങൾക്ക് മര്യാദയ്ക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് തന്നെയല്ല ഈ പ്രാവശ്യവും ഐഫോൺസിൽ ലൈറ്റ്നിങ് പോർട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് Type-C ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡുകളൊക്കെ. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു പ്രീമിയം ഫോണൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വെയിറ്റ് നോക്കുവാണെങ്കിൽ ഇത് 240 grams ആണ്. ഇതൊരു ഹെവിയർ ഫോണും കൂടെയാണ്. പിന്നെ ഒരു കയ്യിലൊന്നും നിങ്ങൾക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒക്കെ ഡൗൺ സൈഡ്. പക്ഷെ ഓവറോൾ ഒരു പ്രീമിയം ഫിനിഷോടൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്ക്. അതൊക്കെ ഓവറോൾ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. പക്ഷെ ഇതിൻ്റെ ക്യാമറ ബമ്പും പിന്നെ ഇതിൻ്റെ വൺ ഹാൻഡഡ് ആ ഫീലൊന്നും ഇല്ല ഈ ഫോണിൽ. ബാക്കിയെല്ലാം ഇതിനകത്ത് പ്രീമിയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്ത്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഈ ഫോണിനകത്ത് വന്നിരിക്കുന്നത് 6.7 ഇഞ്ചിൻ്റെ XDR OLED സ്ക്രീനൊക്കെ ആയിട്ടാണ്. പിന്നെ ഇത് 120 Hz കൂടെയാണ് ഇപ്രാവശ്യം അവർ ലോഞ്ച് ആക്കിയിരിക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് 120 Hz ഒക്കെ ഒരു ഐഫോണിനകത്ത് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ 120 Hz ആയാലും ഇത് സ്മൂത്ത് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത് വേരിയബിളും കൂടെയാണ്. അപ്പോൾ വേരിയബിൾ എന്ന് വെച്ചാൽ ചില ഏരിയാസിലൊക്കെ ഇത് 40 Hz ഒക്കെ ആയിരിക്കും, 50 Hz ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ 120 Hz വരെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ ബാറ്ററി ഒക്കെ സേവ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു iPhone 7 സീരീസ് 10 സീരീസ് ഇപ്പോൾ 12 സീരീസ് ഒക്കെ വരുവാണെങ്കിൽ ഇതൊരു വലിയ ചേഞ്ച് ആയിരിക്കും. ഇപ്പം നിങ്ങൾ അറിയാണ്ടെങ്കിലും iPhone 13 Pro Max യൂസ് ചെയ്തെന്ന് വെച്ചോ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ iPhone 11 ആയിക്കോട്ടെ വല്ലതും ഇപ്പോൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്മൂത്ത്നെസ് ഒന്നും ഫീൽ ആവത്തില്ല. പിന്നെ അവസാനം നിങ്ങളിപ്പോൾ ഐഫോണിലോട്ടൊക്കെ പോയി ഈ iPhone 13 Pro Maxലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 60 Hz ഐഫോണും ഈ 120 Hz ഐഫോണും തമ്മിൽ വലിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് നോട്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓവറോൾ ഒരു സ്മൂത്ത് ഫോണൊക്കെയാണ് ഈ iPhone 13 Pro Max. ഈ ഫോണിൻ്റെ സ്ക്രീൻ ആയിക്കോട്ടെ. പിന്നെ ഈ ഫോണിൻ്റെ നോച്ചും ഇപ്രാവശ്യം ഇവർ കുറച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൻ്റെ നോച്ച് ഇപ്രാവശ്യം തിക്കർ ആക്കിയിട്ടുണ്ട്.
പറഞ്ഞ് ഫ്രണ്ടിൽ ഒരു തടി വെച്ചിട്ടുണ്ട്, പക്ഷെ സൈഡിൽ നിന്നൊക്കെ മെലിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എല്ലാം ടേം. അപ്പോൾ ഇതാണ് ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനൊക്കെ ഇപ്പോഴും നല്ലതൊക്കെയാണ്. പിന്നെ ഈ ഫോണിന്റെ സ്ക്രീൻ നോക്കുവാണെങ്കിൽ ഈ സാംസങ് ഒക്കെ വെച്ച് നോക്കുമ്പം ഇതിനകത്ത് നിങ്ങൾക്ക് നാച്ചുറൽ കളേഴ്സ് ഒക്കെയാണ് ഈ ഐഫോണിന്റെ സ്ക്രീനിൽ. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് 450 ppi സ്ക്രീനൊക്കെ ആയിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ആയിരിക്കുന്നത്. പിന്നെ ഇത് HDR10 ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ ഇത് 1200 nits ആണ് ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ വേലത്ത് ഞാൻ കുറേ വട്ടം ഈ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഇഷ്യൂസും ഇല്ല ഈ ഫോണിൽ. അപ്പം പലയിടത്തൊക്കെ ഞാൻ ഈ സ്മാർട്ട് ഫോണിനകത്ത് ലോസ് ഇതിനകത്തൊക്കെയാണ് യൂസ് ചെയ്തത്, ലോസ് ബ്രൈറ്റ്നസ്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല ഈ ഫോണിന്റെ ബ്രൈറ്റ്നസ്സിനകത്തും. അപ്പോൾ ഓവറോൾ സ്ക്രീൻ നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു OLED സ്ക്രീനൊക്കെയാണ് ഈ ഐഫോൺസൊക്കെ. അപ്പോൾ ഐഫോണിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ഒരു കമ്പോണന്റ് ആണ് ഈ ഫോൺസിൻ്റെയൊക്കെ സ്ക്രീനൊക്കെ. അപ്പോൾ സ്ക്രീനൊക്കെ പോയി കഴിഞ്ഞാൽ അറിയായിരിക്കും ഇതിന്റെ റിപ്പയർ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഓവറോൾ നല്ലതൊക്കെയാണ്. അപ്പോൾ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിനകത്ത് ഓഡിയോ കോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് സെറാമിക് ഗ്ലാസും കൂടെയാണ് ഈ ഫോണിന്റെ സ്ക്രീൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ സ്ക്രീനിനകത്തൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാൻഡി ഫോൺ വേണമെങ്കിൽ അഗെയിൻ ഞാൻ പറയാണ് iPhone 13 Pro ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അഥവാ ഒരു വലിയ ഫോൺ വേണമെങ്കിൽ, ഒരു iPad സൈസ് ഒരു ഫോൺ വേണമെങ്കിൽ iPhone 13 Pro Max ആയിരിക്കും ഒരു നല്ല പിക്കൊക്കെ. അപ്പോൾ ഇതാണ് ഈ ഫോണിന്റെ ഒക്കെ സ്ക്രീനിനകത്തൊക്കെ. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിനകത്ത് വന്നിരിക്കുന്നത് A15 ബയോണിക് ചിപ്സെറ്റ് ആയിട്ടാണ്. അപ്പോൾ A14ഉം A15ഉം നോക്കുവാണെങ്കിൽ വലിയ ഒരു മേജർ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ A13 A12 വല്ലതും ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ ചേഞ്ച് ആയിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഈ റൂമേഴ്സ് ഒക്കെ ഉണ്ട് A16ഉം A15ഉം വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഇഷ്യൂസും ഇല്ലായിരുന്നു ഈ ഫോണിന്റെ ഈ A15 ചിപ്സെറ്റിനകത്ത്. അപ്പോൾ നല്ലതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോണിന്റെ റാം മാനേജ്മെന്റ് ആയിക്കോട്ടെ എല്ലാം ഇതിനകത്ത് അടിപൊളിയാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഗെയിമിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ ഗെയിംസ് ഒന്നും ഇതിനകത്ത് ഒപ്റ്റിമൈസ് ഒന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഹീറ്റ് ഒക്കെ തന്നെ കണ്ടേക്കാം. പക്ഷെ അത് അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോൾ ഇതൊക്കെ ഫിക്സ് ആയിക്കോളും. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ GPU ആണെങ്കിൽ ആപ്പിൾ GPU 5 കോർ ഗ്രാഫിക്സ് ഒക്കെ തന്നെയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഏത് ഫോൺ വെച്ച് നോക്കിയാലും ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഓവറോൾ നല്ലത്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, സ്നാപ്ഡ്രാഗൺ 888 വരെ ആയിക്കോട്ടെ, അതിനേക്കാളും നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ ഐഫോൺസിനകത്ത്. അപ്പോൾ പല സ്ട്രീമേഴ്സായാലും ഐഫോണിലൊക്കെയാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ചിപ്സിനകത്ത്. പക്ഷെ ഞാൻ ഗെയിമിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ചെറുതായിട്ടൊക്കെ ഈ ഫോണിൽ ഞാൻ ഗെയിമിംഗ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ മേജർ ഗെയിംസ് ഒന്നും ഞാൻ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ചിപ്സിനകത്തൊക്കെ. ഒരു ഇഷ്യൂസ് ഒന്നും തന്നെ. റാം മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ അടിപൊളിയൊക്കെയാണ്. ഈ ഫോണകത്ത് 6GB റാം ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നല്ല ഒരു റാം മാനേജ്മെന്റ് ഒക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ 5Gയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് പോലെ ഒന്നുമല്ല. അപ്പൊ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ 5G ബാൻഡ്സ് ഒരു ഫോണിനകത്ത് എൻ്റെ അറിവിൽ iPhone 13 Pro Max ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്വാൾകമ്മിന്റെ X60 മോഡം ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഐഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡ് പോലെ ഫേക്ക് പ്രോമിസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ആക്ച്വലി തന്നെ 5G ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സിം യൂസ് ചെയ്യാൻ, ഞാനിപ്പോൾ കറന്റ് സൗദിയിലാണ്. അപ്പോൾ ഇവിടുത്തെ സിം യൂസ് ചെയ്തപ്പോൾ 5G ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 5G ആണ്. അതും ഒന്നും ആക്യുറേറ്റ് ഒന്നും അല്ല, പക്ഷേ ഓൾമോസ്റ്റ് ഒരു 5G ഒക്കെ ഉണ്ടായിരുന്നു ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ മുകളിനകത്ത് 5G ഒക്കെ എഴുതിയിട്ട് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഫോണിന്റെ 5G പറ്റിയൊക്കെ. നല്ല ഈ നെറ്റ്വർക്ക് റിസപ്ഷൻ ഒക്കെയാണ് ഈ ഫോണിനകത്ത്. കോൾ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അതും ഇതിനകത്ത് ഇതിലൊക്കെ തന്നെയാണ്. കോൾ ഡ്രോപ്സ് വളരെ കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ 5Gയെ പറ്റി. അപ്പോൾ 5G നോക്കുവാണെങ്കിൽ ഓവറോൾ ഇതിനകത്തൊക്കെ ഉണ്ട് മറ്റേ ഈ ആൻഡ്രോയിഡ് ഫോൺസ് വെച്ച് നോക്കുമ്പം. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി പറയുകയാണെങ്കിലാണ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം. ഇപ്പോൾ ഈ ഫോണിന്റെ 4 ക്യാമറാസ് ആയിക്കോട്ടെ, ഈ ഫോണിന്റെ സെൽഫി ക്യാമറ ആയിക്കോട്ടെ, വൈഡ് ആയിക്കോട്ടെ, ടെലിഫോട്ടോ ആയിക്കോട്ടെ, അൾട്രാ വൈഡ് ആയിക്കോട്ടെ, എല്ലാം വരുന്നത് 12 മെഗാപിക്സലൊക്കെയാണ്. അപ്പോൾ ഈ ഫോണിന്റെ ഈ വൈഡ് ക്യാമറ ആണെങ്കിൽ f1.5 ബേസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലോ ലൈറ്റിലാണ്. അപ്പോൾ ഞാൻ ഈ ഫോണിന്റെ ഈ ക്യാമറ ആപ്പ് ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ ആദ്യം അത് വലിയ ഈ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഇമേജ് ആണ് ആദ്യം ഇത് ഷോ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തിന്റെ ഉള്ളിൽ ഈ ഫോൺ ഓൾറെഡി 2-3 ഫോട്ടോസ് ഒക്കെ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതേ സെയിം ടെക്നോളജി ഒക്കെ i11 സീരീസിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സെയിം തന്നെയാണ് എല്ലാം ബേസ്ഡ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ ഇപ്പം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും കൂടെ അത് കമ്പൈൻ ഒക്കെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഓവറോൾ ഒരു നല്ല ഒരു ഫോട്ടോ ആയിരിക്കും ഈ ഫോണിലൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ AI ബേസ് ഇതൊക്കെ ഉണ്ട് ഈ ഫോണിൽ.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഐഫോൺ ഈ 12 സീരീസിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഫോൺ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ക്യാമറാസ് അടിപൊളിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഐഫോണൊക്കെ ആയതുകൊണ്ട് നോയ്സ് ഒന്നും തന്നെ ഇല്ലായിരിക്കും ഈ ഫോട്ടോസിനകത്തൊക്കെ, പക്ഷേ ഇതിനകത്ത് നോയ്സ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഈ ഫോണിന്റെ വീഡിയോ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ 4K 60 വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിന്റെ സിനിമാറ്റിക് ക്യാമറ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണം എന്നൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആഡ് വല്ലതും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോ വല്ലതും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ ഒക്കെയാണ് ഈ ഫോണിന്റെ സിനിമാറ്റിക് വീഡിയോഗ്രാഫി. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഷോ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊക്കെയാണ് ഇവിടെ വർക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം തന്നെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെയൊക്കെ തന്നെ ബ്ലർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ തന്നെ ഓപ്ഷൻസ് ഉണ്ട് ഈ ഫോണിനകത്ത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ഈ അൾട്രാ വൈഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് f1.8 ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ലോ ലൈറ്റിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഈ പിക്ചേഴ്സ് ഒക്കെ തന്നെ ഇതിന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ iPhone 12 സീരീസ് വെച്ച് നോക്കുമ്പം. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഫോണിന്റെ ക്യാമറയ്ക്ക് ഒരു ശകലം ഒരു അപ്ഗ്രേഡ് ഒക്കെ ഉണ്ട് iPhone 12 സീരീസ് വെച്ച് നോക്കാം. പക്ഷെ അഗൈൻ മേജർ ഒന്നും തന്നെയല്ല, എക്സെപ്റ്റ് ഈ സിനിമാറ്റിക് ഈ വീഡിയോഗ്രാഫി വെച്ച് നോക്കും, ബാക്കിയെല്ലാം സെയിം ഒക്കെയാണ് ഈ ഫോണിനകത്ത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിലാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നാച്ചുറൽ എല്ലാം ഫോട്ടോസ് ആണ് ഇതൊക്കെ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും സാംസങ് ഫോൺ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഷോമി ഫോൺസ് ആയിക്കോട്ടെ, ഈ OnePlus ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ഐഫോൺ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ നാച്ചുറൽ ഫോട്ടോസിലാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഈ ഫോണിലൊക്കെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ ഈ നൈറ്റ് ഫോട്ടോഗ്രാഫി ആയാലും നോക്കുവാണെങ്കിൽ ഓവറോൾ ഇതിനകത്തും നല്ലതൊക്കെയാണ്. അപ്പോൾ ഓവറോൾ ഈ ഫോൺ 3-4 പിക്ചർ ഓൾറെഡി തന്നെ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കൂടുതൽ ഇതൊക്കെ ഈ ക്ലാരിറ്റി ഒക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യാമറയ്ക്ക് വേണ്ടി ഒരു ഫോൺ വേണം, സ്പെഷ്യലി ഒരു ഫോണിനകത്ത് നല്ല ക്യാമറാസ് ഒക്കെ വേണമെന്ന് ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റും iPhone 13 Pro Maxിലൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് നാച്ചുറൽ ഫോട്ടോഗ്രാഫിയാണ് ഈ ഫോണിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ഫോട്ടോസിനെ പറ്റി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ ശരിക്കും പറഞ്ഞാൽ 256GB 6GB RAM ഫോണൊക്കെയാണ്. പിന്നെ ഈ ഫോണിനകത്ത് ഹെഡ്ഫോൺ ജാക്കില്ല. പിന്നെ ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു ശകലം ഒരു ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഈ iPhone ഈ 12 Pro Max ഒക്കെ വെച്ച് നോക്കാം. പക്ഷെ സെയിം ഒക്കെ തന്നെയാണ് ഓൾമോസ്റ്റ്. ഇപ്പോൾ സ്പീക്കേഴ്സ് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ മൈക്ക് നോക്കുക, അതും ഓവറോൾ ക്വാളിറ്റിയിലൊക്കെയാണ് ഇത് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഫോണിന്റെ പ്രൈസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാനിത് മേടിച്ചത് സൗദിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് വന്നത് 5600 സൗദി റിയാലായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾ ഒരു 20 റുപ്പീസായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം 1,12,000 ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 8,000 രൂപ 15,000 രൂപ കൂടുതൽ നിങ്ങൾക്ക് നാട്ടിൽ വല്ലതും കിട്ടിയേക്കാം. അപ്പോൾ ഈ ഒരു ദിവസം കണ്ടേ ഉള്ളൂ ഇവിടുത്തെ പ്രൈസിങ്ങും അവിടുത്തെ പ്രൈസിങ്ങും. പിന്നെ ഈ ഫോൺ മേടിക്കാൻ പോയപ്പോഴായിരുന്നു അവിടെ ഈ മലയാളികളും എല്ലാവരും ഉണ്ടായിരുന്നു ഈ ഫോണൊക്കെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഈ ഫോൺ മേടിക്കാൻ. ഇത് ഒരു ഉത്സവം പോലെയായിരുന്നു ഈ ഫോണൊക്കെ ഞങ്ങൾ മേടിക്കാൻ പോയപ്പം. അപ്പോൾ 5,600 റിയാലായിട്ടുണ്ട് ഈ ഫോൺ മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം അവിടെ പോയതിൻ്റെ എല്ലാ കാര്യങ്ങളും. അവിടെ പോയപ്പോൾ ഫോൺ മേടിക്കുമ്പോൾ ഓരോ കൗണ്ട് ഡൗണുകളും അതും ഇതും വല്ല ഉത്സവമായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ സെക്യൂരിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ ഫേസ് ഐഡി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ആപ്പ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തോട്ടെ, ഏത് ആപ്പ് ഇപ്പോൾ ഓപ്പൺ വരെ ചെയ്യുകയാണെങ്കിൽ ഈ ചില ആപ്സിനകത്ത് അതിനൊക്കെ ഫേസ് ഐഡി ഒക്കെ വേണം. പിന്നെ ഈ ഫോണിൽ നിങ്ങൾക്ക് iOS ഒക്കെ ഉണ്ട്. iOS 15 ഈ ഫോണൊക്കെ ലോഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ iOS 19 iOS 20 വരെയൊക്കെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് പ്രതീക്ഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ഈ OSനകത്ത്. അപ്പോൾ iOS നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു നല്ല OS ഒക്കെയാണ്. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് വെച്ച് നോക്കുമ്പോൾ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അതിലും ഈ ഡൗൺ സൈഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് 4500 mAh ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ബോക്സിൽ ചാർജർ ഒന്നും തന്നെയില്ല, അത് വേറൊരു കാര്യം. എൻ്റെ വീട്ടിൽ ഓൾറെഡി തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലൈഫ് ആണെങ്കിൽ
നോർമൽ യൂസിൽ നിങ്ങൾക്ക് 1 day വരെയൊക്കെ ഈ ഫോൺ സുഖമായിട്ട് പോകും. ഏത് ഐഫോൺ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന്റെ ബാറ്ററി ലൈഫാണ് നല്ലത്. ഇനിയല്ല ഇപ്പൊ ഹെവി യൂസ് വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പകുതി ദിവസം വരെയൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഈ യൂസർ വല്ലതും ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ നോർമൽ യൂസറുകളിൽ വല്ലതും ആണെങ്കിൽ ഫുൾ ഡേ വരെയൊക്കെ ഈ ഫോണൊക്കെ നിൽക്കും. പിന്നെ ഈ ഫോണിൽ വയർലെസ് ചാർജിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി. അപ്പോൾ ഇതൊക്കെയുള്ളതാണ് ഈ iPhone 13 Pro Maxനെ പറ്റിയൊക്കെ തന്നെ. അപ്പോൾ ഈ ഫോണിന്റെ തന്നെ ലോങ് ടേം റിവ്യൂ ഒക്കെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ് ഈ ഫോണിന്റെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.